ശ്രീ രാമായണം കളിപ്പാട്ട്. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഇതാണ് രാമായണത്തിൻ്റെ പ്രിയാമ്പിൾ. ഇവിടെ ഒരു കാര്യം പറഞ്ഞത് മമ ഹൃദി രമതാം രാമ രാമ. എല്ലാവരുടെയും ഹൃദയത്തിലാണ് രാമൻ വസിക്കുന്നത്. രാമതത്വം എന്ന് പറഞ്ഞാൽ മോക്ഷപ്രദായകം എന്നർത്ഥം പറയും. അതറിയാതെ കണ്ട് അമ്പലങ്ങളിൽ വാവിട്ട് നിലവിളിക്കുന്ന പോലെ ഇത് പാരായണം ചെയ്തതുകൊണ്ട് കാര്യമില്ല. അവരവരുടെ ഹൃദയത്തിലാണെന്നും എല്ലാവരുടെ ഹൃദയത്തിലും രാമൻ ഉണ്ട് എന്നും മനസ്സിലാക്കുമ്പോഴാണ് എല്ലാവർക്കും പ്രീതികരമായിട്ട് ജീവിക്കണം എന്നുള്ള താല്പര്യവും മമതാഗ്രന്ഥികളായിട്ട് തീരരുത് എന്നുള്ള ഉപദേശവും ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അപ്പോൾ ശരാശരി ഒരു 40 ശ്ലോകമാണ് ഒരു ദിവസം പറയാൻ ചെല്ലണത്. അപ്പോൾ ഇന്നലെ 40ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയത്. അപ്പോൾ അതിന് ശേഷം ഒരു 40 ശ്ലോകം ചൊല്ലിയിട്ട് നിർത്തുന്നതായിരിക്കും. വാരിജോദ്ഭവനാദിനാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനപാം സുസഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേൻ. ആധാരം നാനാഞ്ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിന് ആധാരഭൂതന്മാർ ഈ കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാഭാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. അഭിപ്രായം എന്നർത്ഥം. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നേ ഉള്ളൂ. വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാം ആദ്യനായുള്ളോരു ഞാൻ. വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. ബോധഹീനന്മാർക്ക് അറിയുവാനായി ചൊല്ലുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചൊല്ലുന്ന ആൾ ആരായിരിക്കണം? അത്യാവശ്യം പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദോക്തമായ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടൊരു ആളായിരിക്കണം. അപ്പോൾ ബോധമില്ലാത്തവരെ ബോധവാന്മാരാക്കി തീർക്കാൻ രാമായണത്തിൻ്റെ പ്രസക്തിയെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇതറിയാതെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. ചേതസി തെളിഞ്ഞ് ഉണർന്ന് ആവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദന സ്വാഹാപതി വരദൻ പിതൃപതി നിര്യതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേടാനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയെന്ന് അനുഗ്രഹിക്കണം.
അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദുഷാത്മാഗ്രസേരൻ മൽഗുരുനാഥൻ ഏകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. അവിടെ നിർത്താം. ബാക്കി ഭാഗം അടുത്ത ദിവസം. ഏവർക്കും ശ്രീ രാമഹൃദയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.